السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു ഇൽമു കൊണ്ട് നമ്മെ വിജയിപ്പിക്കട്ടെ. ഹവാല ഇടപാട് നടന്നത് നിഷേധിച്ചാൽ, അഥവാ മുഹാല് അലൈഹി, എനിക്ക് സെയ്ദിന് പൈസ കൊടുക്കാനുണ്ട്, അമ്ര ഞാൻ അങ്ങോട്ടും കൊടുക്കാനുണ്ട്, അമ്ര എനിക്കും തരാനുണ്ട്, സെയ്ദിന് ഞാൻ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ സെയ്ദിനോട് പറയാണ്, അമ്രനോട് വാങ്ങാൻ പറയാണ്. ഇതാണ് ഹവാല. അവിടെ അമ്ര നിഷേധിച്ചു, അങ്ങനെ ഒരുപാട് ഞാൻ തരാനൊന്നുമില്ല, അതല്ലെങ്കിൽ തരൂല എന്ന് പറഞ്ഞു. അതിനകത്ത് അസൂസ് എന്ന് പറയാം. അതല്ലെങ്കിൽ അവൻ്റെ അടുത്ത് തരാൻ പൈസ അല്ല. അങ്ങനത്തെ സാഹചര്യമൊക്കെ വന്നാൽ പിന്നെ സെയ്ദിന് എന്നോട് തന്നെ ചോദിക്കാൻ പറ്റൂല. ലമിർജിൽ മുഹത്താലു അല മൊഹീലിൻ, മുഹത്താലിന് മൊഹീലിനോടൊന്നും തിരിച്ചു ചോദിക്കാൻ പറ്റില്ല, മടങ്ങാൻ പറ്റില്ല. വൈൻ ജഹില ദാലിക്ക, വാങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്ന് അവൻ അറിവില്ലാതെയാണ് പറഞ്ഞത് എങ്കിൽ പോലും, വൈൻ ജഹില ദാലിക്ക, മുഹത്താലിന് അറിയില്ലായിരുന്നെങ്കിൽ പോലും, ദാലിക്ക അവൻ തരൂലാന്നോ തരാൻ പ്രയാസമുള്ളവനാണ് എന്നോ അറിയാതെയാണ് അവൻ ഈ ഇടപാടുമായി മുന്നോട്ട് പോയത് എങ്കിൽ പോലും, വലാത്ത ഖിയാറു, ഇനി അവന് ഖിയാറുമില്ല. മുഹത്താല് സെയ്ദിന് ഖിയാറുമില്ല. ലൗബാനൽ മുഹാലു അലൈഹി മുഅസ്സിറൻ, മുഹാലി അലൈഹി പൈസ തരാൻ കഴിയാത്ത പ്രയാസപ്പെടുന്നവനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഹവാലയിൽ നിന്ന് ഒഴിയാനും കഴിയില്ല. അവൻ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടതെന്ന് ആദ്യം ആലോചിച്ചിട്ട് തീരുമാനിക്കാം. വൈൻ ശുരിത്ത യസാറുഹു, ഇനി ഹവാല നടത്തുമ്പോൾ അവന് ആവതുണ്ടാകണമെന്ന് നിബന്ധന വെച്ചാൽ പോലും ഹവാല നടന്നു കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ പറ്റില്ല. ഏതായാലും കുറച്ച് അനുബന്ധ മസലകൾ പറയാണ്, നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് തിരിയും. സെയ്ദിന് ഞാൻ കൊടുക്കാനുള്ള പൈസ ഇപ്പോൾ അമ്രനോട് വാങ്ങാൻ പറഞ്ഞേക്കല്ലേ. അപ്പോൾ സെയ്ദ് മുഹത്താലല്ലേ, മുഹത്താല് അമ്രനോട് പോയി പൈസ ചോദിച്ചു. അപ്പം അമ്ര പറഞ്ഞു, എനിക്കത് നേരത്തെ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്. മൊഹീൽ ഞാൻ എന്തായിട്ടുണ്ട്, എനിക്ക് തരാനുള്ള പൈസ തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഇബ്രാ എന്ന് പറയാം, ബാധ്യത ഒഴിവാക്കി തന്നു. അതിന് തെളിവ് നിരത്തി, ഒരു തെളിവ് നിർത്തി സാക്ഷികളെ, ഞാൻ അവന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്. അങ്ങനെ ആകുമ്പോൾ പിന്നെ മാർഗമൊന്നുമില്ല. സെയ്ദിന് ഞാൻ അമ്രൻ്റെ അടുത്ത് കിട്ടൂല. കാരണം അമ്ര പറയുന്നത് ഞാൻ അവനക്ക് തരാനുള്ള പൈസ പൊരുത്തപ്പെട്ട് കൊടുത്തതെന്നാണല്ലോ. അപ്പോൾ എന്നോട് എന്ത് ചെയ്യുക, മുഹത്താലിന് എന്നോട് തന്നെ രണ്ടാമത് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഇവൻ പറയണം, അമ്ര കളവ് പറയാണ്, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ മുഹാല് അലിഹെ കളവാക്കുകയാണെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കാൻ പറ്റില്ല. കാരണം സെയ്ദ് പറയുന്നത് എന്താണ്, നിനക്ക് പൊരുത്തപ്പെട്ട് നിന്നിട്ടൊന്നുമില്ല, നീ നുണ പറയാണ് എന്നാണല്ലോ. അപ്പോൾ പിന്നെ എന്നോട് ചോദിക്കാൻ പറ്റില്ല. നോക്കൂ, വലോ തലബൽ മുഹത്താല് സെയ്ദ് പോയി ചോദിച്ചു, അൽ മുഹാല അലൈഹി, മുഹാല അലിയാവുന്ന അമ്രിനോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ അമ്ര പറഞ്ഞു, അബ്രാനിൽ മൊഹീല് എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്. മൊഹീലാരാ? ഞാൻ, എനിക്ക് പൈസ ഉണ്ടല്ലോ അമ്ര, അതെനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്. ഖബലൽ ഹവാലയ്ക്ക് മുമ്പ് തന്നെ എന്ന് പറയുകയും, വഖാമ ബിദാലിക ബൈനത്തൻ, ഈ പൊരുത്തപ്പെട്ട് ബാധ്യത ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് എന്നതിന് അവന് സാക്ഷി നിർത്തുകയും ചെയ്താൽ, ബൈനത്താണ് സാക്ഷി, രണ്ട് സാക്ഷികൾ വേണം. സുമിയാത്ത്, അവിടെ മുഹാല അലിയുടെ വാദം സ്വീകരിക്കപ്പെടും. വൈൻകാനൽ മൊഹീലു ഫിൽ ബർദി, മൊഹീൽ ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ പോലും സ്വീകരിക്കപ്പെടും. സുമ്മ, പിന്നെ ഈ മസലയിൽ അൽ മുത്തജഹു ന്യായമായിട്ടുള്ളത്, അന്നല്ലി മുഹത്താലിന് ഉണ്ട് അറുജു ബിദൈനി, അവൻ്റെ കടം രണ്ടാമത് ആവശ്യപ്പെടാം. അല്ലൽ മൊഹീലിനോട് ചോദിക്കാം. കാരണം ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തുക്കണമല്ലോ. പക്ഷേ ഇല്ല, ഇതസ്തമറ, മൊഹീൽ ഉറച്ചു നിന്നാൽ ഒഴികെ, അലാ തക്ദീബിൽ മുഹാലി അലൈഹി,
മുഹാലി അലിഹി പറയുന്നത് കളവാണ് എന്ന വാദത്തിൽ ഉറച്ചു നിന്നാലൊഴികെ, ഞാൻ പൊരുത്തപ്പെട്ടു വന്നിട്ടൊന്നുമില്ല, അവൻ കളവ് പറയാണ് എന്ന് പറയുകയാണെങ്കിൽ ഒഴികെ, അതാണ് ഇല്ലാ ഇദസ്തമറ, അവൻ നിലകൊണ്ടാലൊഴികെ, അലാ തക്ദീബിൽ മുഹാലി അലിഹിയെ കളവാക്കുന്നതിൽ, അവൻ പറയുന്നത് കള്ളത്തരമാണ് എന്ന് പറയുന്ന വാദത്തിൽ എന്ന് വാദിച്ചുകൊണ്ടവൻ ആ വാദത്തിൽ ഉറച്ചു നിന്നാലൊഴികെ, അപ്പോൾ പിന്നെ മൊഹീലിനോട് ചോദിക്കാൻ പറ്റൂല. ഓക്കെ. ഇനി മറ്റൊന്ന്, ഒരടിമനെ വിറ്റ കേസാണ്. ഞാൻ സെയ്ദിനൊരു അടിമനെ വിറ്റു. ഇനി സെയ്ദ് എനിക്ക് അതിൻ്റെ പൈസ തരണം. അടിമനെ വിറ്റു, അവനെന്ത് ചെയ്യണം? ആ പൈസ തരണം. ഞാൻ പറഞ്ഞു ഈ പൈസ തരണ്ട, ഈ പൈസ ഞാൻ ഹവാലയാക്കിയിട്ടുണ്ട്, അഥവാ മറ്റൊരാൾക്ക് കൊടുത്താൽ മതി, ഞാൻ കൊടുക്കാനുള്ള പൈസക്ക് പകരമായിട്ട് നീ അയാൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വഹാലബി തമരിഹി. അങ്ങനെ ഇപ്പോൾ ഹവാല നടത്തിയല്ലോ, ഇപ്പോൾ എനിക്ക് തരാനുള്ള പൈസ ഞാൻ വേറെ ആൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഈ വിറ്റ സമയത്ത് ഈ അടിമ സ്വതന്ത്രനായിരുന്നു എന്നുള്ള കാര്യത്തിന് പിന്നീട് അവർ യോജിച്ചു. വിറ്റത് ശരിയായിട്ടില്ല, ഈ അടിമ സ്വതന്ത്രനായ സമയത്താണ് വിറ്റത്, ആ വിറ്റ സമയത്ത് അടിമയായിരുന്നില്ല എന്നൊരു പോയിന്റിലേക്ക് അവരെത്തിച്ചേർന്നാൽ, അല്ലെങ്കിൽ സാക്ഷികൾ പറഞ്ഞാൽ വിൽപ്പന ശരിയായിട്ടില്ല, സ്വതന്ത്രനായിരുന്നു, അവിടെ ഹവാല സഹിയാവൂല. കാരണം അവനെനിക്ക് പൈസ തരാനല്ല യഥാർത്ഥത്തിൽ, അടിമയാണ് എന്നുള്ള ധാരണയോടുകൂടിയാണ് ഞാൻ അവരെ അടിമയെ വിറ്റത്. അങ്ങനെ അവൻ പൈസ എനിക്ക് തരാൻ ബാധ്യസ്ഥനായത്. ഈ പൈസയാണ് ഞാൻ പൈസ കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വിറ്റ സമയത്ത് അടിമ സ്വതന്ത്രനായിരുന്നു എന്നാലോ ഹവാല സഹിയാവൂല. ഇനി മുഹത്താൽ ഇതിനോട് യോജിക്കുക എന്നുള്ളത് ഇവിടെ വിഷയമല്ല. മുഹത്താൽ കളവാക്കിയാൽ പോലും അങ്ങനെയാണ്. നോക്കൂ, ഓരോ ബാബത്തൻ, ഒരാൾ തൻ്റെ അടിമയെ വിറ്റു, ഒരാൾ തൻ്റെ അടിമയെ വിറ്റു. വഹാല ബിസമനിഹി, അങ്ങനെ അതിൻ്റെ വില മറ്റൊരാളുടെ മേൽ ചാരി, അതിൻ്റെ വില വേറൊരാൾക്ക് ചാരി കൊടുത്തു. സുമ്മത്തഫക്കൽ മുത്തബയ്യാനി, അങ്ങനെ ഇടപാട് നടന്ന രണ്ടുപേരും യോജിച്ചു. മുത്തബയ്യാനി എന്ന് പറഞ്ഞാൽ ബായും മുസ്തരിയും. അല ഹുരിയതി, തൻ്റെ ഹുരിയത്തിലെന്തായി ബാധിച്ചു. പിന്നെ വഖ്തൽ ബൈ, വിൽപ്പനയുടെ സമയത്ത് സ്വതന്ത്രരായിരുന്നു അടിമ എന്ന് രണ്ടുപേരും യോജിച്ചു. രണ്ട് ഇടപാടുകാരും മഹ്താലും. ഔ സബത്തത്ത് ഹുറിയത്തുഹു, അല്ലെങ്കിൽ അവൻ സ്വതന്ത്രനായിരുന്നു എന്നത് സ്ഥാപിക്കപ്പെട്ടു. ഹൈനൈദിന്, വിൽപ്പനയുടെ സമയത്ത് ബയ്യനത്തിന് സാക്ഷികൾ മുഖേന. സാക്ഷികൾ പൈസ കൊടുത്ത് സാക്ഷി എന്നല്ല, ഷഹീദത്ത് ഹിസ്ബത്ത്, പ്രതിഫലം മോഹിച്ചുകൊണ്ട്. അങ്ങനെ ഒരു കാര്യം ബോധ്യം ഉണ്ടാകുമ്പോൾ ആ ബോധ്യം കോടതിയിൽ പോയി പറയുന്നത് സുന്നത്താണ്, അല്ലാതെ വേറെയുള്ള ഉദ്ദേശത്തിനൊന്നും അല്ല. അവർ കൂലി ആഗ്രഹിച്ചുകൊണ്ട് സാക്ഷി നിന്നതാണ്. അങ്ങനത്തെ സാക്ഷികൾ പറഞ്ഞു വിൽപ്പന സമയത്ത് സ്വതന്ത്രരായിരുന്നു എന്ന്. ഔ അക്കാമഹലബദു, അല്ലെങ്കിൽ അടിമകളെ സാക്ഷികളെ നിർത്തിയത് അടിമ തന്നെയാണ്, വിൽപ്പന ശരിയായിട്ടില്ല. ഈ സമയത്ത് മെസ്സിഹൽ ഹവാലത്തു ഹവാല സ്വഹീഹ് അല്ല. വൈൻ കഥ ബഹുമൽ മുഹത്താലു, മുഹത്താൽ അവർ രണ്ടുപേരെയും കളവാക്കിയാലും ഫിൽ ഹുറിയത്തി, സ്വതന്ത്രനായിരുന്നു എന്ന വാദത്തിൽ മുഹത്താൽ കളവാക്കിയാൽ പോലും.
വലാ ബയ്യിനത തെളിവുമില്ലെങ്കിൽ ഫലിക്കുല്ലി മിൻഹുമ അപ്പോൾ രണ്ടിൽ നിന്ന് ഓരോരുത്തർക്കുമുണ്ട്. ഹവാല സഹിയല്ല എന്ന് പറഞ്ഞല്ലോ. ഇനി വേണമെങ്കിൽ രണ്ടുപേർക്ക് എന്ത് ചെയ്യുക, തഹലീഫുഹു അവനെ സത്യം ചെയ്യിപ്പിക്കുക, അലാ നഫീൽ ഇൽമി ബിഹാ കാര്യം അറിയില്ല എന്ന്, ഏത് സ്വതന്ത്രനായിരുന്നു എന്ന് തനിക്കറിയില്ല എന്ന് ഓരോരുത്തർക്കും മറ്റേയാളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാവുന്നതാണ്. ഓ ബഖിയത്തിൽ ഹവാലത്തു ഹവാല ബാക്കിയാകുന്നതുമാണ്. ഞാൻ പറഞ്ഞുകൊടുത്ത് കുറച്ച് മാറിപ്പോയിട്ടുണ്ടല്ലേ. എന്താ അറിയോ, ആദ്യം സ്വതന്ത്രനായിരുന്നു എന്ന് രണ്ടുപേരും യോജിച്ചു, മുഹ്താലും യോജിച്ചു. അവിടെയാണ് ഇനി വൈകാത്ത പോകുമ്പോൾ മുഹ്താൽ, അത് മുബാലകല്ല, തുടക്കാണ്. മുഹ്താൽ രണ്ടുപേരെയും കളവാക്കിയാൽ ഫിൽ ഹുറിയത്തിൽ ഇടപാട് നടത്തിയ ആൾക്കാരെന്ത് പറഞ്ഞു, നമ്മൾ വിറ്റ സമയത്ത് സ്വതന്ത്രനായിരുന്നു, ഇടപാട് നടന്നിട്ട് ശരിയായിട്ടില്ല. പക്ഷെ മുഹ്താൽ എന്ത് പറയണു, എനിക്ക് തരാനുള്ള പൈസ അവനോടാണല്ലോ ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത്, മുഹ്താലിനോട്, മൂന്നാമത്തെ കക്ഷിനോട്. ഞാനൊരു അടിമനെ വിറ്റു, ഈ അടിമനെ വിറ്റെടുത്ത് ഈ വാങ്ങിയ ആൾ മുഹാൽ അലിഹിയാണ്, മുഹ്താൽ വേറെ ഉണ്ട്. അപ്പം ഞാൻ ഈ മുഹ്താലിന് ഞാൻ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറയാണ്, ഞാനൊരു അടിമനെ വിറ്റിട്ടുണ്ട്, ആ പൈസ നീ അവനോട് വാങ്ങിക്കോ എന്ന് പറയണം. അപ്പോൾ മുഹ്താൽ കളവാക്കിയാൽ വല ബയ്യനത്ത രണ്ടുപേർക്കും സാക്ഷിയുമില്ലെങ്കിൽ ഫലിക്കുല്യ മിൻഹും അപ്പോൾ ഓരോരുത്തർക്കുമുണ്ട് തഹരീഫുഹു മറ്റേ ആളെ അവനെ സത്യം ചെയ്യിപ്പിക്കൽ, അലാ നഫീൽ ഇൽമി ബിഹാ ഹുറിയത്ത് ഉണ്ടായിരുന്നു എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് തമ്മിൽ സത്യം ചെയ്യിപ്പിക്കുക. അപ്പം അവൻ കളവാക്കിയത് നിലനിൽക്കൂല. വബഖിയത്തിൽ ഹവാലത്തു ഹവാല നിലനിൽക്കുന്നതാണ്. ഹവാല നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇടപാട് നടത്തുന്ന സമയത്ത് അടിമയാണ് എന്ന ധാരണയോടുകൂടെ തന്നെയാണ് വിറ്റിട്ടുള്ളത്. പിന്നെയാണ് ഇപ്പോൾ വിഷയം വരുന്നത്, തർക്കം വരുന്നത്. അങ്ങനെ അവർ യോജിച്ചു സ്വതന്ത്രനായിരുന്നു എന്ന്. അപ്പോൾ വിൽപ്പന സഹി അല്ലല്ലോ. അപ്പം ഇവിടെ എന്ത് ചെയ്യുക, ആ സമയത്ത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കുക ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ട് ഇടപാടുകാരാണ്, ഇടപാട് നടത്തുന്നതിനകത്ത് സ്വതന്ത്രമെന്ന് അറിയില്ലായിരുന്നു, മറ്റവനും പറയാം അങ്ങനെ. അപ്പം ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, ആ സ്വത്ത് അടിമനം എന്ത് ചെയ്യുക, അയാളടുത്ത് നിന്ന് തിരിച്ച് വാങ്ങുക. വലഹ്തലഫ രണ്ടുപേരും തർക്കമായി, ദായിനും മദീനും ഫിയാനുഹൽ വക്കല വക്കാലത്താക്കിയതാണോ അഹാല യഹാനത്ത് നടത്തിയതാണോ എന്ന്. ബിയാങ്കാലൽ മദീനു കടം വാങ്ങിയ ആൾ പറഞ്ഞു, വക്കൽ തുക്ക നിങ്ങളൻ വക്കൽ മദീന് പറഞ്ഞു, വക്കൽ തുക്കലി തഖബിൽ അലി കടം കൊടുത്ത ആൾ മദീന് എന്ത് പറഞ്ഞു, വക്കൽ തുക്ക ഞാൻ തന്നെ ഏൽപ്പിച്ചത് മദീന്, ഞാനാണല്ലോ ഇപ്പോൾ മദീനോടെ, ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ ഏൽപ്പിച്ചത് തഖബിൽ അലി എൻ്റെ പൈസ അമ്രനോട് വാങ്ങിത്തരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഫഖാല ദായിനും അപ്പോൾ ദായിന് പറഞ്ഞു, എന്നോട് പറഞ്ഞ സെയ്ദ് എന്ത് പറഞ്ഞു, അഹൽതനി നീ എന്നെ ഹവാല നടത്തിയതാണ്, അമ്രനോട് എനിക്ക് നീ തരാനുള്ള പൈസ അവനോട് വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ഓ ഖാൽ മദീനു അല്ലെങ്കിൽ മദീന് പറഞ്ഞു, അഹൽത്തുക്ക ഞാൻ തന്നെ ഹവാല നടത്തിയതാണ്. ഫഖാല ദായിനും അപ്പോൾ സെയ്ദ് പറഞ്ഞു, ദായിന് പറഞ്ഞു കടം തരാനുള്ളോ വല്ല വക്കൽത്തനി എന്നോട് പൈസ ഏൽപ്പിച്ചതാണ്, അമ്രനോട് വാങ്ങിത്തരാൻ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ സുദ്ദിഖ മുങ്കിർ ഹവാലത്തിൻ ബിയമീനി ഹവാല നിഷേധിച്ച ആളെ വാദാണ് സ്വീകരിക്കപ്പെടുക, ബിയമീനിഹി സത്യം ചെയ്യിപ്പിക്കലോടുകൂടെ. സാക്ഷികളില്ലാത്തപ്പോഴാണിത് സത്യം ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. മദീനു ഫിൽ. അപ്പോൾ ഒന്നാമത്തെ രീതിയിൽ മദീനെയാണ് വാസ്തവമാക്കപ്പെടുക, വദ്ദായിനു കടം വാങ്ങിയവനെയാണ് വാസ്തവമാക്കപ്പെടുക, ഫിൽ അവസാനത്തെ എടുത്ത്. കാരണം ഹവാല നിഷേധിക്കുന്ന അവരാണല്ലോ. എന്നല്ല അസ്ല, കാരണം അസ്ലി ബക്കാവുൽ ഹക്കി ഹക്ക് ബാക്കിയാവുക എന്നതാണ്. ഈ ദമ്യത്തിൽ മുസ്തഹക്കി അലൈഹി മുസ്തഹക്ക് അലൈഹി ഇവിടെ ദിമ്മത്തിൽ, അതാ മുസ്തഹക്ക് അലി ആരാ, കടം കൊടുത്തവൻ. കടം കൊടുത്തവൻ്റെ ആ ഉത്തരവാദിത്വത്തിൽ തന്നെ നേരത്തെ നിന്നിരുന്ന ആ ബാധ്യത നിലനിൽക്കലാണ് അസ്ലി. അത് പിന്നെ മറ്റൊരാളിലേക്ക് നീക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ തർക്കമുള്ള വിഷയമാണ്. അപ്പോൾ അവിടെ ഇവൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക. ശരി. വലായത്തഹയ്യറു ഈ സെയ്ദാകുന്ന മുഹത്താലിന് ഖിയാറില്ല. ലൗ ബാനൽ മുഹാലു അലൈഹി മുഹസിറൻ മുഹാലു അലൈഹി. ഇപ്പം അമ്രാണല്ലോ ഉദാഹരണത്തിൽ, ഞാൻ പൈസ കൊടുക്കാനുള്ള അമ്ര,
എനിക്ക് പൈസ തരാനുള്ള അമ്ര അവൻ പ്രയാസമുള്ളവനാണ് എന്ന് അറിഞ്ഞാൽ വൈൻ സുരിത്ത യസാറുഹു യസാറ് ഷർത്താക്കപ്പെട്ടിരുന്നെങ്കിലും പൈസ ഉണ്ടാവണം, പണക്കാരനാകണം എന്ന ഷർത്തുണ്ടെങ്കിൽ പോലും തിരിച്ചു വാങ്ങാൻ പറ്റില്ല. ഒലാൽ തൊലബൽ മുഹത്താലു അൽ മുഹാലി അങ്ങനെ ഹവാല നടന്നു. മുഹത്താൽ മുഹാലലിയോട് ചോദിച്ചു. ഫക്കാല അപ്പം മുഹാലി പറഞ്ഞു അബറാനിൽ മുഹീൽ എന്നെ ഒഴിവാക്കി തന്നിട്ടുണ്ട് ഖബറൻ ഹവാലത്തി ഹവാലിൻ്റെ മുംബൈയിൽ നിന്ന് എനിക്ക് പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വാക്കാമിതാലിക്ക ബൈനത്തിന് സാക്ഷിയെ നിർത്തുകയും ചെയ്താൽ സുമയത്ത് അവാദം കളിക്കപ്പെടും. വൈങ്കാൻ മൊഹീൽ ഫിൽ വരതി മൊഹീൽ നാട്ടിലുണ്ടെങ്കിൽ പോലും. സുമൽ മുത്തജോ പിന്നെ ന്യായമായ അഭിപ്രായം അനിൽ മുഹത്താലി റുജു ആബിദൈനിഹി മുഹത്താലിന് എന്ത് ചെയ്യുക, ഈ സമയത്ത് ഈ മസലയിൽ മുഹീലിനോട് ആ കടം തരാൻ വേണ്ടി രണ്ടാമത് ആവശ്യപ്പെടാം. അതാ റുജു എന്ന് പറഞ്ഞാൽ രണ്ടാമത് ആവശ്യപ്പെടുക, മടങ്ങാം. ഇലായിനിസ്തമറാലാത്ത കഥയിൽ മുഹാലി പറയുന്നത് കളവാണ് എന്നതിൽ അവൻ ഉറച്ചു നിന്നാൽ ഒഴികെ. വലു ബാബിദൻ ഒരാൾ തൻ്റെ അടിമയെ വിറ്റു വഹാല ബിസമിനി അതിൻ്റെ വില ഞാൻ എന്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ വിറ്റപ്പോൾ എനിക്ക് അടിമക്ക് അയാൾ തരേണ്ട പൈസ ഉണ്ടല്ലോ, അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഹവാല നടത്തി. സുമത്തഫക്കൽ മുത്തായിന് പിന്നീട് ഈ ഇടപാടത്തിൽ രണ്ടാൾക്കാർ യോജിച്ചാൽ ആ ഹുറിയത്തി വക്തൽ ബൈ കച്ചവട സമയത്ത് ഈ അടിമ സ്വതന്ത്രനായിരുന്നു, അപ്പോൾ കച്ചവടം ശരിയായിട്ടില്ല, അപ്പോൾ ഹവാല പൊളിഞ്ഞിട്ടുണ്ട്. ഔ സബത്ത് ഹുറിയത്തുഹു അല്ലെങ്കിൽ ഹുറിയത്ത് സ്ഥിരപ്പെട്ടു ഹീനയിദിൻ വിൽപ്പനാ സമയത്ത് വിബൈനത്തിന് തെളിവുകൾ സഹിതം സ്വതന്ത്രനായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു വിൽപ്പനാ സമയത്ത്. ആ സാക്ഷികൾ പക്ഷേ ഞാൻ നിർത്തിയ സാക്ഷികളാകരുത്, ആ ഷഹീദത്ത് ഹിസ്ബത്തൻ സാക്ഷി നിൽക്കൽ പ്രതിഫലമാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാക്ഷി നിന്നവരായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഔ അക്കാമഹലബതു അല്ലെങ്കിൽ അടിമ എന്താക്കി, അടിമ ആ സാക്ഷികളെ നിർത്തി. ഇവിടെയൊന്നും ലമസ്യൻ ഹവാല സ്വഹിയല്ല. വൈൻ കന്തബൂൻ മഹത്താലു ഇനി രണ്ടുപേരെയും മൊഹത്താൽ കളവാക്കിയാൽ അവരെ പറഞ്ഞ മൊഹത്താലും കൂടി യോജിക്കുന്നിടത്താണ്, മൂന്നാൾ യോജിക്കുന്നിടത്താണ് മസലേതരെ പറഞ്ഞത്. ഈ മൊഹത്താൽ കളവാക്കിയാൽ പിന്നെ ഉരിയത്തി സ്വതന്ത്രനാണെന്ന വിഷയത്തിൽ അപ്പോൾ അടിമയായിരുന്നു എന്ന് പറഞ്ഞു. വല ബയ്യനത്ത തെളിവും ഇല്ലെങ്കിൽ ഫലിക്കുല്ലിൻ ഇവരിൽ നിന്ന് ഓരോരുത്തർക്കുമുണ്ട് തഹലീഫുഹു മറ്റേയാളെ സത്യം ചെയ്യിപ്പിക്കാം അലാ നഫീൽ ഇൽമി ബിഹ കച്ചവട സമയത്ത് സ്വതന്ത്രനായിരുന്നു എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കണം. ഒബക്കിയത്തിൽ ഹവാല വാക്കിയാവുകയും ചെയ്യും. വലബിഖ്തലഫ ദായിനും മദീനും തർക്കത്തിലായാൽ ഫിഹൽ വക്കല വഹാല വക്കാലത്താക്കിയതാണോ ഹവാല നടത്തിയതാണോ എന്ന് ബേഖാൽ മദീനോ കടം കൊടുത്താൽ പറഞ്ഞു വക്കലത്ത് കരി തക്കബേദലി എൻ്റെ പൈസ കടം തരാൻ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വക്കാലത്താക്കിയത്. വക്കാല ദായിന് കടം വാങ്ങി ദായിന് പറഞ്ഞു, കടം വാങ്ങിയവൻ പറഞ്ഞു, ദായിന് കടം കൊടുത്തവനല്ലേ, മദീന് കടം വാങ്ങിയവൻ. അങ്ങനെയാണ് എപ്പോഴും മാറിപ്പോകുന്നൊരു പദമാണ്. ഞാൻ നിങ്ങൾക്ക് 1000 റുപ്യ കടം തന്നാൽ എൻ്റെ പേര് ദായിന്, നിങ്ങളുടെ പേര് മദീന് എന്നാണ്. അപ്പം മദീന് ദായിന് പറഞ്ഞു വല്ല ഹൽത്തനി എന്നെ ഹവാല ആക്കിയതാണ്. കാൽ മദീന മദീന് പറഞ്ഞു അഹൽത്തുക്ക ഞാൻ നിന്നെ ഹവാലാക്കിയതാണ്. ഫക്കാൽ ദായിന് അപ്പോൾ ദായിന് പറഞ്ഞു വല്ല വക്കാലത്തിന് ഞാൻ വക്കാലത്താക്കിയതാണ്. നീ എനിക്ക് തരാനുള്ള പൈസ നീ എന്നെ തരണം, ഞാൻ മറ്റവനോട് വാങ്ങൂല, കാരണം വക്കാലത്താണ് നടന്നിട്ടുള്ളത്. സുദ്ദിഖ മുങ്കിറു ഹവാല ഹവാലയെ നിഷേധിച്ചവനാണ് വാസ്തവമാക്കപ്പെടുക സത്യം ജപിച്ചുകൊണ്ട്. ഫൈ സദ്ദഖുൽ മദീനു ഫിൽ വല ഒന്നാമത്തെ എടുത്ത് മദീനയാണ് വാസ്തവമാക്കപ്പെടുക. ദായിനു ഫിൽ അഖിയർ അവസാനം പറഞ്ഞ രണ്ടാമത്തെ രൂപത്തിൽ ഔഖാൽ മദീന അഹൽത്തുക്ക എന്ന് പറഞ്ഞില്ല, അതാണ് രണ്ടാമത്തെ അവസാനത്തെ. അസ്ലി ഖൗൽ ഹഖി ബിജിമത്ത് മുസ്തഹഖി അലൈഹി മുസ്തഹഖ് അലൈഹിൻ്റെ ഹക്കിൽ തന്നെ ഇടപാടുകൾ ബാക്കിയാകലാണ് അസ്ലി. അപ്പോൾ എനിക്ക് ഞാൻ സെയ്ദിന് കൊടുക്കാനുള്ള പൈസ സെയ്ദിന് തന്നെ കൊടുക്കാനുണ്ട് എന്ന് വെക്കലാണല്ലോ നല്ലത്. അത് അമ്രിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ അത് തർക്കമില്ലാതെ വരണം. ഓക്കെ, ഇനി അടുത്ത പാഠം ലമാൻ്റെ പാഠമാണ്. ലമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതിയിലൊക്കെ ജാമ്യം നിൽക്കാറില്ലേ, അതേപോലെ ഒരു ജാമ്യം നിൽക്കുന്ന പരിപാടിയാണ് ലമാൻ. അതിന് സുൽഹ് എന്ന പാഠവും കൂടെ ഉണ്ട്. ഒരു ദൈനോ ബദനോ വസ്തുവോ ഏറ്റെടുക്കുന്നതിൻ്റെ പേരാണ് എന്ത്. ഒരാൾ കടം കൊടുക്കാനുണ്ട്, ആ കടം ഞാൻ ഒരാൾ കൊടുത്തേ പറ്റൂ, അയാളെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നു, അപ്പോൾ ഞാനത് ഏറ്റു എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന കടം നീ കൊടുക്കുന്ന കടത്തിന് ഞാൻ ജാമ്യക്കാരനായി നിൽക്കുക.
ഇങ്ങനെ ജാമ്യക്കാരനായി നിൽക്കുന്ന പരിപാടിക്കാണ് കഫാലത്ത് എന്ന് പറയാം. ഈ ജാമ്യം നിൽക്കുന്ന ആൾക്ക് കഫീൽ എന്നും ലാമിൻ എന്നും ഹമീൽ എന്നും സഈം എന്നും സബീർ എന്നും ഒക്കെ പേരുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ ഒരാൾ ജാമ്യം നിൽക്കുകയാണെങ്കിൽ കടം കൊടുക്കാൻ നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ, വാങ്ങിത്തരാൻ ആളുണ്ടാകുന്നല്ലേ. ഇതാണ് നമ്മുടെ മുമ്പ് ഒരു ലമാന് ജാമ്യം പറഞ്ഞിരുന്നു, റഹിന് പണയം വെക്കൽ, അതും അങ്ങനത്തെ ഒരു പരിപാടി തന്നെയാണ്. കൊടുക്കണ പൈസ കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ്, അതിലൊരു വിശ്വസ്തത കിട്ടാൻ എന്നതുപോലെ തന്നെയാണ് വസ്തുവിനും. ആൾക്ക് ജാമ്യം നിൽക്കുക, സാധനത്തിന് ജാമ്യം നിൽക്കുക, കടത്തിന് ജാമ്യം നിൽക്കുക, ഇതൊക്കെ പറ്റും. അതിൻ്റെ പാടാണ് അടുത്തത്. ഇനി തർക്കം ഉണ്ടാകുമ്പോൾ മസ്ലഹത്തും കൂടി വരും, പരസ്പരം പറഞ്ഞ് പൊരുത്തപ്പെടുന്ന രീതി, അതും നമ്മുടെ പാഠത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു ഇതൊക്കെ പഠിക്കാനും മറ്റുമൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.